ഇന്ന് നല്ല നാടൻ ഊണിലുള്ള 2 കറികളുടെ റെസിപ്പി ആയാലോ? തേങ്ങാപ്പാലിൽ തിളപ്പിച്ചെടുത്ത നല്ല സൂപ്പർ കരിമീൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. കൂടെ കോമ്പിനേഷനായി നെയ്യിൽ ഉലർത്തിയെടുത്ത ചേനക്കറിയും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. കരിമീൻ തിളപ്പിച്ചതിനായിട്ട് 1/2 കിലോ കരിമീനാണ് എടുത്തിരിക്കുന്നത്. തൊലിയൊക്കെ ചെത്തി നന്നായി ക്ലീൻ ചെയ്തെടുത്തതാണിത്. ഇനി വേണ്ടത് അരമുറി തേങ്ങ ചിരകിയതാണ്. ഈ തേങ്ങാപ്പാലിലാണ് നമ്മൾ കരിമീൻ തിളപ്പിച്ചെടുക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 12ഓളം ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ്. ഈ കറിയിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർക്കില്ല. ഇനി ഇത് രണ്ടും ഒന്ന് ചതച്ചെടുക്കണം. ഉള്ളി അധികം ചതഞ്ഞു പോകരുത്. ഇത് ഗ്രേവിയിൽ ഇടയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ഒരു പരുവത്തിലാണ് ചതച്ചെടുക്കേണ്ടത്. ഇതിനെ നമുക്ക് കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി തേങ്ങാപ്പാൽ എടുക്കാം. 1-ാം പാലും 2-ാം പാലും ഒന്നിച്ചെടുത്താൽ മതി. ചട്ടിയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം. ഒപ്പം 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് നല്ലൊരു കളറിനും കൊഴുപ്പിനും വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായി ഞെരടി യോജിപ്പിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ഫ്ലേവർ എല്ലാം നന്നായി കറിയിലേക്ക് ഇറങ്ങും. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിപ്പം 1.5 ഗ്ലാസോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. സ്റ്റൗ ഓണാക്കി തിളയ്ക്കാനായി അടച്ചു വെക്കാം. കരിമീൻ തിളപ്പിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വരാപ്പുഴയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചപ്പോഴാണ്. അത് ഞാൻ വീട്ടിൽ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ നന്നായി വന്നു. ആ ഒരു റെസിപ്പിയാണ് ഇത്. ഗ്രേവി ഇപ്പം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കരിമീൻ ഇട്ട് കൊടുക്കാം. അടിച്ചു വെച്ച് ചെറുതീയിൽ ഒരു 10-15 മിനിറ്റോളം വേവിച്ചെടുക്കാം. മീനൊന്നും വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചേന കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. മീൻ എങ്ങനെയായെന്ന് നമുക്കൊന്ന് നോക്കാം.
തേങ്ങാപ്പാലിൽ നിന്നുള്ള എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവി നന്നായി കുറുകി പാകമായിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കാം. എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറിയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി താളിച്ച് ചേർക്കാം. ഇങ്ങനെ ചേർത്തില്ലെങ്കിലും കറിക്ക് നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഉള്ളി കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇതിനെ ഒരു അരമണിക്കൂർ നേരത്തിന് നമുക്ക് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഫ്ലേവർ കറിയിലേക്ക് ആയിക്കൊള്ളും. ചേന നമുക്ക് വേവുന്നതിനായിട്ടൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്യാം. മസാലകളൊക്കെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചട്ടി അടച്ചു വയ്ക്കാം. ചേന വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചേന വേവുന്ന സമയം കൊണ്ട് ഉലർത്തിയെടുക്കാനുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പം കുറച്ചധികം ചേനയുണ്ട്. ആവശ്യത്തിനുള്ളത് മാത്രമേ ഇപ്പോൾ ഉലർത്താൻ എടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ തണുക്കുമ്പോൾ ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ഇതിങ്ങനെ കുറേ ദിവസം ഇരുന്നോളും. ചേനയ്ക്കധികം വേവില്ലാത്തത് കൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം ചേന വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഉലർത്താൻ വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ചെറുതായി ഒന്ന് ചതച്ചാൽ മതി. പാൻ ചൂടാകാൻ വയ്ക്കാം. ചൂടായി കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കടുക് ചേർത്ത് കൊടുക്കാം. പൊട്ടിക്കഴിയുമ്പോൾ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ രുചി ഇഷ്ടമില്ലെങ്കിൽ നെയ്ക്ക് പകരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ ആവശ്യത്തിനുള്ള ചേനയിട്ട് ചെറിയ തീയിൽ നല്ലപോലെ ഉലർത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചേന ഉലർത്തിയതും നല്ല സൂപ്പർ കരിമീൻ തിളപ്പിച്ചതും റെഡിയായി. ഇനി നമുക്കിത് ചോറിൻ്റെ ഒപ്പം വിളമ്പാം.
ഈ റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒപ്പം അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.